ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഒരു സ്ഥലത്ത്, ഒരു പള്ളിയിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു ജുമുഅ നിർവഹിക്കപ്പെട്ട ശേഷം അതേ ദിവസം തന്നെ ആ ജുമുഅ നഷ്ടപ്പെടുന്നതിന് മുമ്പ് മറ്റൊരു ജുമുഅ നടക്കുന്നതിനെ സംബന്ധിച്ചാണ് ചർച്ച. അത് സംബന്ധമായ ചോദ്യങ്ങൾ മാത്രം സമ്മേളനത്തിന് ജുമുഅ നടത്തുന്നതിനെ പറ്റി നമുക്ക് വേറെ ഇൻഷാ അല്ലാഹ് ക്ലാസ് എടുക്കാം. അതേ ദിവസം അന്നത്തെ ആ ജുമുഅ ഖളാവുന്നതിന് മുമ്പ് മറ്റൊരു ജുമുഅ അതേ സ്ഥലത്ത് നടത്തുന്നതിനെ സംബന്ധിച്ചാണ് ചർച്ച. ഇമാം മാവർദി തങ്ങൾ തന്റെ അൽ ഹാവി എന്ന കിതാബിൽ കൊടുത്ത ഇബാറത്താണ്. അത് മുഴുവനാണ് വായിക്കാം. മസ്അലത്തുൻ ഖാല ശാഫിഈ റഹിമഹുല്ലാഹ് വലാ യുജമ്മഉ ഫീ മിസ്രിൻ വഇൻ അദുമ വകസറത് മസാജിദുഹു ഇല്ലാ ഫീ മസ്ജിദിൻ വാഹിദിൻ മിൻഹാ. ഇതാണ് ആ മസ്അല ആരംഭിക്കുന്നത്. പിന്നെ അതിനുശേഷം ഞാൻ ഡോട്ട് ഇട്ടിട്ടാണ്. മുഴുവൻ വായിക്കണം എന്നുണ്ടെങ്കിൽ വേറെ കുറിപ്പെടുക്കണം. പറയട്ടെ മുഴുവൻ വായിക്കട്ടെ. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം മാവർദി അവറുകൾ നാടുകളെ മൂന്നായിട്ട് വിഭജിക്കുകയാണ്. അത് നാടുകളെ മൂന്നായിട്ട് വിഭജിക്കുകയാണ്. ഒരു നാടിനെ പറ്റി പറഞ്ഞത് ആ നാട്ടിൽ ഒരു സ്ഥലത്ത് ആളുകൾക്ക് ജുമാക്ക് കൂടുന്നതിന് പ്രയാസമൊന്നുമില്ലാത്ത നാട്. രണ്ട്, പഴയ കാലത്ത് പല നാടുകളായി ഉണ്ടായിരുന്ന നാടുകൾ പിൽക്കാലത്ത് ഒറ്റ നാടുകളെ പോലെ ചേർന്ന് വന്ന പരിതസ്ഥിതി. ഇത് രണ്ടിന്റെയും മസ്അലകളൊക്കെ പറഞ്ഞതിന് ശേഷം മൂന്നാമത്തെ നാടിനെ പറ്റി പറയണം. അതാണ് നമ്മളെ ചർച്ചാ വിഷയം. മാ ഒരു നാട്, കാന മിസ്റൻ അതൊരു നാടായിരുന്നു. ലം യുളമ്മ ഇലൈഹി വൈറുഹു അതിലേക്ക് മറ്റു നാടുകൾ ചേർന്ന് വന്നിട്ടൊന്നുമില്ല. വയുംകിനു ജമീഅഹും ഇഖാമത്തുൽ ജുമുഅത്തി ഫീ മൗദിഇൻ മിൻഹു അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജുമുഅ നടപ്പിലാക്കൽ അവർക്ക് സൗകര്യപ്പെടും. ഞാൻ ആദ്യം പറഞ്ഞതാണ്, വായിക്കണം കേട്ടോ. ഫഹാദല്ലദീ ലാ യജൂസു അൻ തുഖാമൽ ജുമുഅത്തു ഫീ മൗദിഇൻ മിൻഹു അങ്ങനെയുള്ള നാടുകളിൽ രണ്ട് സ്ഥലത്ത് ജുമുഅ നടപ്പിലാക്കാൻ പറ്റൂല. വല്ലർബു സാലിസു മിനൽ ബിലാദി നാടുകളിൽ നിന്ന് മൂന്നാമത്തെ ഇനം മാ ഒരു നാടാണ്. കാന മിസ്റൻ ലം യുളമ്മ ഇലൈഹി ഗൈറുഹു അതിലേക്ക് മറ്റു നാടുകൾ വന്നു ചേർന്നിട്ടൊന്നുമില്ല. വലാകിൻ ലാ യുംകിനു ജമീഅഹും ഇഖാമത്തുൽ ജുമുഅത്തി ഫീ മൗദിഇൻ വാഹിദിൻ മിൻഹു ലിസഅതിഹി വകസറതി അഹ്ലിഹി നാട് വലിയ നാടായതിനു വേണ്ടിയും നാട്ടുകാർ ധാരാളമായതിനു വേണ്ടിയും ഒരു മൗദിഇൽ ജുമുഅ നടപ്പിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ലാ യുംകിനു എന്ന് പറഞ്ഞാൽ അവർക്ക് എളുപ്പമില്ല എന്നുള്ള അർത്ഥത്തിനാണ് കേട്ടോ. അല്ലാതെ ലാ യുംകിനു എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് എന്നുള്ള അർത്ഥത്തിനല്ല. അങ്ങനെ ഈ തഅദ്ദുദ് പറ്റും എന്ന് പറയുന്ന ആളുകൾ വേറൊരു വിഷയത്തിൽ ലാ യുംകിനൂന് അങ്ങനെ അർത്ഥം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. എന്നിട്ട് പറയാണ് അങ്കൽ ബസറ പോലെ. ബസറ എന്ന് പറഞ്ഞാല് അവിടെ മറ്റു നാടുകൾ കൂടിച്ചേർന്ന നാടൊന്നുമല്ല. ബസറ അന്നും ഇന്നും ഒക്കെ ഒരേ മാതിരിയാ. പക്ഷെ അവിടുത്തെ വലിയ പള്ളിയിൽ ഇപ്പോ ജുമുഅ ഒരേ സമയത്ത് എല്ലാവർക്കും കൂടി നടത്താൻ കഴിയൂല. അത്രയും ജനാധിക്യം സംഭവിച്ചു പോയി അവിടെ. ഫഖദ് ഇഖ്തലഫ അസ്ഹാബുനാ ഫീ ഇഖാമത്തിൽ ജുമുഅത്തി ഫീ മൗദിഇൻ മിൻഹു അങ്ങനെയുള്ള നാടുകളിൽ രണ്ടിടങ്ങളിൽ ജുമുഅ നടപ്പിലാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതിൽ അസ്ഹാബ് അഭിപ്രായ വ്യത്യാസത്തിലായി. അലാ വജ്ഹൈനി രണ്ടു നിലക്ക്. അഹദുഹുമാ ലാ യജൂസൂന അതാണ് സുബ്കി ഇമാമൊക്കെ മുഖ്താറാക്കിയ അഭിപ്രായം. ലിമാ സബഖ മിന ദലാലത്തി നേരത്തെ പറഞ്ഞ തെളിവുകൾക്ക് വേണ്ടി. അപ്പൊ എന്ത് ചെയ്യണം? വയസല്ലിൻ നാസ് ജനങ്ങൾ ജുമുഅ നിസ്കരിക്കണം. ഇദാ ളാഖ ബിഹിം പള്ളി അവരെ കൊണ്ട് കുടുസായാൽ ഫി ശവാരിഇ റോഡുകളിലും വൽ അഫ്നിയത്തി ഫിനാവുകളിലും മുറ്റങ്ങളിലും. ഇപ്പൊ ദുബായിലൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. ഡൽഹിയിലൊക്കെ അതിന്റെ ഇമേജ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇമേജിൽ കണ്ടോ പള്ളിനുള്ളിലേറെ 10 മടങ്ങ് ആളുകൾ പള്ളിന്റെ പുറത്താ. വൽ വജ്ഹുസ്സാനി രണ്ടാമത്തെ വജ്ഹ് ഖാലഹു അബൂ ഇസ്ഹാഖ് അൽ മർവസിയു വഅഫ്താ ബിഹി അബൂ ഇബ്രാഹിം അൽ മുസനിയു അബൂ ഇസ്ഹാഖ് അൽ മർവസി പറഞ്ഞതും മുസനി ഫത്വ കൊടുത്തതുമായ അഭിപ്രായമാണ്. തജൂസ് ഇഖാമത്തുൽ ജുമുഅത്തി ഒരു പള്ളിയിൽ ആളുകൾ ഉൾക്കൊള്ളാൻ കഴിയൂലെങ്കിൽ ജുമുഅ നടപ്പിലാക്കൽ ജായിസാകും ഫീ മവാദിഅ പല കേന്ദ്രങ്ങളിൽ ബിഹസ്ബിൽ ഹാജത്തി ദാഇയത്തി ഇലൈഹി അങ്ങനെ ഇഖാമത്ത് ചെയ്യലേക്ക് തേടുന്ന ആവശ്യാനുസരണം.
എന്നിട്ട് അതിന്റെ തെളിവുകളൊക്കെ പറഞ്ഞിട്ട് പറയാണ് ഫദഅത്തി ദറൂറത്തു. അപ്പൊ ഈ അത്യാവശ്യ ഘട്ടം ആവശ്യപ്പെടുന്നു ഇലാ ഇഖാമത്തിഹ, ജുമുഅ നടപ്പിലാക്കലിലേക്ക്, ഫീ മവാദിഅ, പല സ്ഥലങ്ങളിൽ. അപ്പൊ ഈ പല സ്ഥലങ്ങളിൽ നമ്മൾ പറഞ്ഞതിനെ പറ്റി പറഞ്ഞത് അത് ഗാലിബിന് വേണ്ടി പറഞ്ഞതാണ്. അധിക നാടുകളിലും പല സ്ഥലങ്ങളിലാവുമല്ലോ. അവിടെയാണ് നമ്മളെ ചോദ്യം. എന്താണ് ചോദ്യം? ഗാലിബിന് വേണ്ടിയാണ് ആ ഫീ മവാദിഅ, ഫീ മൗദിഐനി, ഫീ ജാമിഐനി വസലാസത്തിൻ വഅക്സറ, ബിമഹല്ല, ബിമവാദിഅ പോലുള്ള ഇബാറത്തുകൾ ഗാലിബിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ പശ്ചാത്തലം വിശദീകരിക്കാൻ വേണ്ടിയാണ് എന്ന് ഫിഖ്ഹിന്റെ ഏതെങ്കിലും ഒരു ഇബാറ കൊണ്ട് തെളിയിക്കാൻ സാധിക്കുമോ? അതാണ് സംസ്ഥാനക്കാരോട് നമ്മളെ ചോദ്യം. അത് മത്തിനിൽ നിന്നാവാം, ഷറഹിൽ നിന്നാവാം, ഹാഷയിൽ നിന്നാവാം, തഅലീഖിൽ നിന്നാവാം, അല്ലെങ്കിൽ തഖരീറിൽ നിന്നാവാം, മറ്റു അനുബന്ധങ്ങളിൽ നിന്നാവാം, ഏതെങ്കിലും ഒരു ഇബാറത്ത് കൊണ്ട് ഇത് ഗാലിബിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ വാഖിഇനെ ബയാൻ ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞ ഒരു ഇബാറത്ത് കാണിച്ചു തരാൻ പറ്റുമോ? ആ ഇബാറത്തിന് കാണിക്കണം. തൊള്ള പറ്റൂല. സ്വന്തം തൊള്ള മാറ്റി വെച്ചിട്ട് ആധികാരികമായ ഒരു ഗ്രന്ഥത്തിന്റെ ഉദ്ധരണി കൊണ്ട് അത് പറയാൻ കഴിയുമോന്നാ ചോദ്യം. അതൊരു വെല്ലുവിളിയാണ്. ഗാലിബിന് വേണ്ടിയാണ് എന്നാണ് നാദാപുരത്ത് ക്ലാസ് നടത്തിയ ആള് കഴിഞ്ഞ ക്ലാസ്സിൽ മറുപടി പറഞ്ഞത്. ബഹുമാനപ്പെട്ട കുഞ്ഞാലി മുസ്ലിയാരും മറ്റൊരു ഉസ്താദും അബ്ദുറഹ്മാൻ മുസ്ലിയാരാണെന്ന് എന്റെ ഓർമ്മ. അദ്ദേഹവും ഏതെങ്കിലും കഴിയുമോ? ആ മഫ്ഹൂമ് ഹിജ്ജത്താണെന്ന് വാദിക്കുന്ന ഞങ്ങളോട് പറയാ അത് ഗാലിബിന് വേണ്ടിയാണ്. അല്ല എന്നല്ലേ ഞങ്ങൾ പറയുന്നത്. അല്ല എന്ന് പറയുന്ന ആളുകളോട് ആണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ രണ്ടു കൂട്ടരും തമ്മിലൊരു വിഷയത്തിൽ തർക്കം ഉണ്ടാവുമ്പോ ആ തർക്കം കൊണ്ടാണോ തർക്കത്തെ നേരിടേണ്ടത്? തർക്കത്തിന്റെ തെളിവാ പറയേണ്ടത്. നിങ്ങളുടെ വാദത്തിന്റെ തെളിവെന്താണ്? ഏത് കിതാബിലാണുള്ളത്? അതുകൊണ്ട് പറയാതെ ഗാലിബിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റൂല. കിതാബ് വായിക്കണം. അതാവൂല. അപ്പോ 3 മണിയായി. ഇനി കിടക്ക് പറഞ്ഞോട്ടെ. അവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ മടക്കാമെന്ന് പറഞ്ഞുകൊടുത്ത് നേരത്തെ ബാത്തിലായ ജുമുഅ നടന്ന ആ പള്ളിയിലും മടക്കാം, വേറെ സ്ഥലത്തും മടക്കാം. കാരണം അവിടെ ഒരു പള്ളിയിൽ 2 ജുമുഅ എന്നുള്ള പ്രശ്നം വരുന്നില്ല. കാരണം ഒന്നാമത്തെ ജുമുഅ ബാത്തിലാണ്. ബാത്തിലായ ജുമുഅക്ക് ഒരു പ്രസക്തി ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ പ്രശ്നം വരുന്നില്ല. ഇനി രണ്ടാമത്തെ ഒരു വിഷയം അതും കൂടി പറയാം. അടുത്ത ക്ലാസ് തുടങ്ങാനുണ്ടല്ലോ. ഇവിടെ സംസ്ഥാനക്കാരെ വിവാദത്തിൽ ഇടപെട്ടപ്പോൾ അവരുടെ വാദം പല ആവശ്യത്തിന് വേണ്ടി പല പള്ളിയിൽ ജുമുഅ നടപ്പിലാക്കപ്പെടാവുന്നത് പോലെ ഒരു പള്ളിയിലും പല ജുമുഅകളാവാം എന്നായിരുന്നു. പിന്നീട് അവർ ചുവട് മാറ്റി. ഇപ്പൊ നാദാപുരത്ത് നടന്ന ക്ലാസ്സിലൊക്കെ ചുവട് മാറ്റി. എന്താണ്? നിലവിലുള്ള പള്ളികളിൽ അത് ഒന്നാവട്ടെ പലതാവട്ടെ ആളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത സന്നിഗ്ധമായ ഒരു ദറൂറത്തിന്റെ ഘട്ടത്തിൽ മാത്രം ഒരു പള്ളിയിൽ പല ജുമുഅകളാവാം. ഈ ചുവടുമാറ്റത്തിന്റെ തെളിവെന്താണ്? രണ്ടാമത്തെ ചോദ്യതാണ്. ത്വഹ്ഫയുടെ ഇബാറത്താണോ തെളിവ്? എന്നാ പല പള്ളിയിൽ ജുമുഅ നടത്താവുന്നത് പോലെ ഒരു പള്ളിയിലും ആവാം എന്നല്ലേ? ത്വഹ്ഫയുടെ ഇബാറത്തിൽ അത് വളരെ സ്വരീഹായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെന്തിനാണ് നിങ്ങൾ പറഞ്ഞത്? ത്വഹ്ഫയുടെ ഇബാറത്തിൽ ഇത് സ്വരീഹായിട്ട് ഒരു പള്ളിയിലും ആവാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണല്ലോ നിങ്ങളെ വാദം. എങ്കിൽ പിന്നെ വഖദ് യുഖദു എന്നെന്തിന് പറഞ്ഞു? സ്വരീഹായിട്ട് ത്വഹ്ഫയിലുള്ള ഒരു മസ്അല, മറ്റു കിതാബുകളുള്ള മസ്അല, പിന്നെന്തിന് ഇബ്നു ഖാസിം തങ്ങൾക്ക് അഹ്ദ് ചെയ്യാൻ പോകണം? സ്വരീഹായി നഖൽ ചെയ്യപ്പെട്ടൊരു മസ്അല നഖലില്ലാത്തോടത്തല്ലേ അഹ്ദ് ഉണ്ടാവുള്ളൂ? നഖലില്ലാത്തോടത്തല്ലേ പിടിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ? ഇവിടെ നഖലുണ്ട്, അത് സ്വരീഹായ നഖലാണ്. ഫുഖഹായിന്റെ ഇത്ലാഖിന്റെ തഹത്തിൽ വന്ന അഫ്രാദിൽ കടന്ന സ്വരീഹായ നഖലാണെന്ന് വാദിക്കുകയും പിന്നെ അഹ്ദ് ചെയ്യുകയും ചെയ്യാം. ഇത് വൈരുദ്ധ്യമല്ലേ? രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം,
അതുകൊണ്ട് തന്നെ തുഹ്ഫയുടെ ഇബാറത്തിൽ പറഞ്ഞത് ഇജ്തിമാ വേണ്ടത് മഹല്ലും വാഹിദിലാണ്. ഇജ്തിമാഇന് മഹല്ലും വാഹിദും ലാസിമാണ്, സമാനും വാഹിദും ലാസിമാണ്. ആ ലാസിമൈനിൽ നിന്ന് മഹല്ലും വാഹിദ് കൊണ്ട് ഖൈദ് കൊടുത്തപ്പോൾ മഹല്ലും വാഹിദിലാണ് ഇജ്തിമാ ഷർത്താക്കപ്പെടുന്നത് എന്ന് വരുന്നു. അപ്പൊ മഹാല്ല മുതഅദ്ദിദ, അംകിനത്ത് മുതഅദ്ദിദത്തിൽ ആളുകൾ നിസ്കരിച്ചാൽ പോരാ എന്ന അടിസ്ഥാന നിയമത്തിൽ നിന്നാണ് ഇസ്തിസ്ന ചെയ്യുന്നത്. മഹല്ലും വാഹിദിലുള്ള ഇജ്തിമാ തഅസ്സുറായാൽ ഒഴികെ. ഫതജൂസു സിയാദത്തു ഹീനഇദിൻ ബിഹസ്ബിൽ ഹാജത്തി ലാ ഗൈറു. അപ്പോൾ ഹീനഇദിൻ മഹല്ലും വാഹിദിലുള്ള ഇജ്തിമാ തഅസ്സുറാകുമ്പോൾ സിയാദത്ത് ജായിസാകും എന്ന് പറഞ്ഞാൽ ജായിസ് അല്ലാത്തൊരു സിയാദത്ത് എന്തായിരുന്നു? അംകിനത്ത് മുതഅദ്ദിദത്തിലുള്ള ഇജ്തിമാ ആയിരുന്നു. ആ ഇജ്തിമാ ജായിസാകും, അഥവാ അംകിനത്ത് മുതഅദ്ദിദത്തിലുള്ള ഇജ്തിമാ ജായിസാകും എന്നാണ് ആ ഇബാറയുടെ അർത്ഥം. മാത്രല്ല ദി മഹല്ലിൻ ആഖറ എന്നു തന്നെ ഖൈദ് കൊടുത്ത അനേകം ഇബാറത്തുകൾ മറ്റു പല സ്ഥലങ്ങളിലായിട്ട് ഫുഖഹാക്കൾ വരച്ചു കാണിക്കുകയും ചെയ്തു. ആ സ്ഥിതിക്ക് ചോദിക്കട്ടെ, ഒരു പള്ളിയിൽ തന്നെ ആവശ്യാനുസരണം പല ജുമുഅ നടത്താം എന്ന് കൃത്യമായി പറഞ്ഞു തരുന്ന ഒരു ഇബാറത്ത് ഷാഫി മദ്ഹബിന്റെ ഏതെങ്കിലും ഒരു കിതാബിലുണ്ടോ? കൃത്യമായി പറയണം. യജൂസു ഇഖാമത്തുൽ ജുമുഅത്തൈനി ഫീ മസ്ജിദിൻ വാഹിദിൻ എന്ന ഇബാറത്തോ തത്തുല്യമായ മഅനയെ പ്രദാനം ചെയ്യുന്ന ഇബാറത്തുകളോ വ്യക്തമായിട്ട് പറയുന്ന ഒരൊറ്റ ഇബാറത്ത് ഷാഫി മദ്ഹബിന്റെ കിതാബിൽ നിന്ന് കാണിച്ചു തരാൻ കഴിയുമോ? നാലാമത്തെ ചോദ്യം. മറുപടി പറയണം. ഈ 4 ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഇനി എവിടെയെങ്കിലും അവിടെ ക്ലാസ് നടത്തിയോണ്ടൊന്നും കാര്യമില്ല. സംശയങ്ങളും ചോദ്യങ്ങളും ഇപ്പൊ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. വാലിബിന് വേണ്ടിയാണ് ഫീ മൗദിഅൈനി ഫീ മവാദിഅ എന്ന് ഫുഖഹാ പറഞ്ഞത് എന്ന് ഈ പറയുന്നവന്റെ നാവല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ആധികാരിക ഇബാറത്ത് കൊണ്ട് തെളിയിക്കാൻ പറ്റുമോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, പല പള്ളികളിൽ ജുമുഅ നടക്കാവുന്നത് പോലെ ഒരു പള്ളിയിലും ആവശ്യാനുസരണം നടത്താൻ പറ്റും എന്ന് വാദിച്ചവർ പിന്നീട് നിലവിലെ പള്ളികളിൽ കൊള്ളാനാവാത്ത ദറൂറത്തിന്റെ ഘട്ടത്തിൽ മാത്രം ഒരു പള്ളിയിൽ പല ജുമുഅകളാവാം എന്നതിലേക്ക് ചുവടുമാറ്റിയതിന്റെ പിന്നിലുള്ള താല്പര്യമെന്ത്? രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ചോദ്യം കൂടി ആവർത്തിക്കുകയാണ്. തുഹ്ഫയുടെ ഇബാറത്ത് ഒരു പള്ളിയിൽ തന്നെ പല ജുമുഅ പറ്റും എന്നതിനെ വ്യക്തമാക്കുന്ന ഇബാറത്താണെങ്കിൽ പിന്നെന്തിനാണ് വഖദ് യുഖദു മിൻഹു എന്ന് നഖലില്ലാത്ത ഒരു മസ്അലയിൽ അഖദ് ചെയ്യുന്ന ഫുഖഹാഇന്റെ ഇബാറത്തിനെ ഈ വിഷയത്തിന് നിങ്ങൾ തെളിവാക്കി? അത് വൈരുദ്ധ്യമല്ലേ? മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം, അതുകൊണ്ട് തന്നെ ഒരു പള്ളിയിൽ ആവശ്യാനുസരണം പല ജുമുഅ പറ്റും എന്ന് സ്പഷ്ടമായി പറയുന്ന ഏതെങ്കിലും ഒരു ഇബാറത്ത് ഷാഫി മദ്ഹബിന്റെ ഫിഖഹിൽ നിന്ന് ഉദ്ധരിക്കാൻ സാധിക്കുമോ? 4 ചോദ്യമാണ്. അല്ല, ഈ ആവർത്തനം അല്ലാണ്ട് വേറെ ഇല്ലല്ലോ. നമ്മള് വേറെ ക്ലാസ്സും കൂടി ഉണ്ട് ഇവിടെ. ഇത് ആവർത്തിക്കുന്നല്ലോ, അത്യം തന്നെയല്ലേ പിന്നെ വരുന്ന. എന്നാ അത് പയ്യ അതുപോലെ പാറക്കട പള്ളിയിൽ കണാരണ്ടി ഉസ്താദുള്ള കാലത്തോളം ഒരേ ജുമ്മയുടെ വേറെ സംസ്ഥാനക്കാർക്ക് പള്ളിയില്ല. കണാരണ്ടി ഉസ്താദ് പോയപ്പോ വഫാത്തായി പോയപ്പോ അവിടെ പള്ളിയിൽ ബാങ്കിന് മൈക്ക് വെച്ചു അല്ലേ, എല്ലാത്തിനുണ്ട്. അവൻ മൈക്ക് വെച്ചു. അപ്പം സംസ്ഥാനക്കാർ വേറെ പള്ളി ഉണ്ടാക്കി. എത്ര പൈസ ചെലവാക്കിയിട്ടാ? അതേ സമയത്ത് ബാങ്കും അല്ല മൈക്കിലുള്ള ഹുത്തുബയും ജുമ്മയും കഴിഞ്ഞിട്ട് ഓരോ 40 ആള് വന്നിട്ട് റെഡിയിലാടെ ജുമ്മ ഹുത്തുബ നടത്തിയ വേറെ പള്ളി ഉണ്ടാക്കേണ്ട അധ്വാനം ഇല്ല. പുത്തൻ പള്ളിയിൽ ജുമ്മ ഇട്ടത് കിയാനൂറുള്ള കാലത്ത് തന്നെ. ആ സമയത്ത് അവിടത്തേക്ക് ജുമ്മയ്ക്ക് സമ്മതം കൊടുത്തു ഓറിഞ്ഞ. പുത്തൻപള്ളിയിൽ രണ്ടാമത് ഒരു ജുമുഅന്റെ ആവശ്യം ഇല്ല. നാദാവർക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ ആ ഷറഫ് കൂടുതലെന്ന് പ്രത്യേക ഒരു ധാരണ ഉണ്ട് താനും. അവൻ പുത്തൻപള്ളിയിൽ വേറെ ജുമുഅ ഇട്ടത്
അതെ. അല്ല, അതോടൊപ്പം തന്നെ 2 ചോദ്യങ്ങളും കൂടി അവശേഷിക്കാണ്. എന്നെ സദസ്സ് നന്നായി ശ്രദ്ധിക്കണം. അല്ല, 2 ചോദ്യങ്ങളും കൂടി അതും കൂടി കഴിഞ്ഞാൽ 5 കഴിഞ്ഞു. 5 ചോദ്യങ്ങളൂടെ ചോദിച്ചു. 6ാമത്തെ ചോദ്യം, പല പള്ളിയിൽ ആവശ്യാനുസരണം ജുമാ നടത്താം. എല്ലാ പള്ളിയിലും ഒരേ സമയവും നടത്താം, വഴിക്കുവഴിയായിട്ടും നടത്താം. അതാണല്ലോ ആ ഇബാറത്തിന്റെ അർത്ഥം. ഫതജൂസു സിയാദത്തു, ഒരേ സമയമായിട്ട് നടത്താം, പല സമയമായിട്ട് നടത്താം. ഇതേപോലെ ഒരു പള്ളിയിലും നടത്താം എന്നാണെങ്കിൽ ആ ഇബാറത്ത് മുത്ലഖാണ്, അത് മസ്ജിദും വാഹിദിനെയും ഉൾപ്പെടുത്തും എന്നാണെങ്കിൽ പല പള്ളിയിലുള്ള എല്ലാ രൂപങ്ങളും ഒരു പള്ളിയിലും പറ്റുമോ? അഥവാ പല പള്ളിയിൽ ജുമാ നടത്തുമ്പോൾ ഒരേ സമയമായിട്ടും നടത്താം, പല സമയങ്ങളിലായിട്ടും നടത്താം എന്നതുപോലെ ഒരു പള്ളിയിലുള്ള ഒരേ ഹാളിൽ റസൂലുൽ ഇജ്തിമാ ഉണ്ടാകുമ്പോൾ, ഇബാറത്ത് മാത്രം വെച്ചിട്ടാണ്, മറ്റുള്ളതിലേക്ക് നിങ്ങൾ ചിന്തിക്കരുത്, ഇബാറത്ത് കൊണ്ട് മാത്രം ആണ് കളിക്കുന്നത്. ഫതജൂസു സിയാദത്ത്, ഒരു പള്ളിയിലും പല പള്ളിയിലുള്ളത് പോലെ തന്നെ നടത്താം എന്നാണെങ്കിൽ റസൂലുൽ ഇജ്തിമാ ഉണ്ടാകുമ്പോൾ ഒരു പള്ളിയിലുള്ള ഒരു ഹാളിൽ ഒരേ സമയം ജുമുഅ നടത്താൻ പറ്റുമോ? മസല പറയും. റസൂലുൽ ഇജ്തിമാ എന്ന് പറഞ്ഞാൽ കസ്റത്തുൽ അഹ്ലി മാത്രമല്ല, 2 കൂട്ടർ തമ്മിൽ ഒരു ഇമാമിന്റെ കീഴിൽ ഒരു അണിനിരക്കൂല, തമ്മിൽ തല്ലുണ്ടാവും. അപ്പൊ ഈ വിഭാഗം പറഞ്ഞു ഞങ്ങളാളെ ഇമാമായിക്കോള. അല്ല, മോളും താഴെന്നുള്ളതല്ല, ഒരൗത്ത പള്ളിക്ക് തന്നെ, എന്നാലേ കുറച്ചും കൂടി ചോദ്യം ഫിറ്റ് ആവുള്ളൂ. ഔത്ത പള്ളി നീ പറയട്ടെ, അകത്ത പള്ളിയിൽ തന്നെ 40 വീതം ആളുകൾ 2 ഇമാമിന്റെ 2 ഖത്തീബിന്റെ കീഴിൽ, അവർ ഒരു ഖത്തീബിന്റെ കീഴിലായ അടിപിടി നടക്കും. അപ്പൊ റസൂലുൽ ഇജ്തിമാ ഉണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടി ഒരേ സമയം തന്നെ ഒരു പള്ളിയിൽ ജുമാ നടത്താൻ പറ്റുമോ? അല്ല, നമ്മളെ ചോദ്യം 6ാമത്തെ ചോദ്യം, പല പള്ളിയിൽ ജുമാ നടത്തുന്ന, സദസ്സ് ശ്രദ്ധിക്കണം, 6ാമത്തെ ചോദ്യം, പല പള്ളിയിൽ ജുമുഅ നടത്താൻ പറ്റുന്ന രൂപങ്ങളിൽപ്പെട്ടതാണ് എല്ലാ പള്ളിയിലും ഒരേ സമയം ജുമുഅ നടത്തുക എന്നുള്ളത് റസൂലുൽ ഇജ്തിമാ ഉണ്ടായതുകൊണ്ട്. അതേ റസൂലുൽ ഇജ്തിമാഇന് വേണ്ടി ഒരേ പള്ളിയിൽ ഒരേ സ്ഥലത്ത് ഒരേ ഹാളിൽ പല ജുമുഅ ഒരേ സമയത്ത് നടത്താൻ പറ്റുമോ? പറ്റൂല എന്നുണ്ടെങ്കിൽ ഇബാറത്ത് കൊണ്ട് തെളിയിക്കണം. നിങ്ങളെ ഇബാറത്ത് പ്രകാരം അത് പറ്റുന്ന വരുന്നത്. പക്ഷെ ഇബാറത്ത് എന്താണ് പറ്റൂല എന്നതിലേക്കുള്ള തെളിവ്? ഇനി അടുത്ത ചോദ്യം, 7ാമത്തെ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. റസൂലുൽ ഇജ്തിമാഇന് വേണ്ടി പല പള്ളിയിൽ ജുമുഅ നടത്താവുന്നത് പോലെ ഒരു പള്ളിയിലും പല ജുമുഅ നടത്താം എന്ന് വാദിച്ച ആളുകൾ എന്തിനാണ് നുസ്രത്തുൽ അനാമിന്റെ ഈ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞത്? എന്താ പറഞ്ഞത്? അതേസമയം സ്ഥലപരിമിതി കൊണ്ട് ഒരിടത്ത് ഒത്തുചേർന്ന്, ഇതിൽ പറയാണ്, ആളുകൾക്കിടയിൽ ഒരു നാടിന്റെ വിവിധ ഭാഗങ്ങൾ അകലെയാകുക എന്നതുകൊണ്ടും ഏക ജുമുഅയിൽ ഒത്തുചേരൽ ഞെരുക്കമായി വരാം. ആളുകൾക്കിടയിൽ സംഘട്ടനമെന്ന പ്രശ്നം കൊണ്ടും ഇത് സംഭവിക്കാം. ഈ പ്രശ്നങ്ങളിൽ, അഥവാ തഖാത്തുലു അഹ്ലിൽ ബൽദ എന്ന പ്രശ്നത്തിലും ബുഅദു അത്റാഫിൽ ബൽദ എന്ന പ്രശ്നത്തിലും, ഈ പ്രശ്നങ്ങളിൽ പല സ്ഥലത്തായി പല ജുമുഅകൾ നടത്തുന്നത് കൊണ്ട് മാത്രമേ പരിഹാരമുണ്ടാകൂ. നിങ്ങളുടെ ഇബാറത്ത് എന്താണ്? റസൂലുൽ ഇജ്തിമാ ഉണ്ടാകുമ്പോ പല പള്ളിയിലുള്ളതുപോലെ തന്നെ ഒരു പള്ളിയിലും നടത്താം. ആ റസൂലുൽ ഇജ്തിമായിൽ പെട്ടതാണ് ആളുകൾക്കിടയിൽ സംഘട്ടനം ഉണ്ടാവുക എന്നുള്ളത്. അതുപോലെ തന്നെ തറഫുകൾ ബഈദാവുക എന്നുള്ളതും. ഈ 2 രൂപത്തിലും ഒരു പള്ളിയിൽ പല ജുമുഅ പറ്റൂല, അപ്പൊ പല പള്ളിയിൽ തന്നെയാവണം എന്നാണ് നുസ്രത്തുൽ അനാമിൽ എഴുതിയിട്ടുള്ളത്. ഇതിന്റെ ഇബാറത്ത് എന്താണ്? നിങ്ങളുടെ ഇബാറത്ത് പ്രകാരം പറ്റുന്ന നിങ്ങളെ വാദം, പക്ഷെ ഇപ്പൊ നിങ്ങൾ എഴുതിയതോ പറ്റൂല എന്നുള്ളത്. ഇത് വൈരുദ്ധ്യമല്ലേ? ത്വയ്ഫയുടെ ഇബാറത്ത് പ്രകാരം പറ്റുന്നാണ് നിങ്ങൾ വാദിക്കുന്നത്, പക്ഷെ ഇത് എഴുതിയപ്പോഴോ പറ്റൂല. ഇത് പറ്റുമെന്ന് വാദിക്കുകയും പിന്നെ പറ്റൂല എന്ന് എഴുതുകയും ചെയ്തത് വൈരുദ്ധ്യമല്ലേ? അതാണ് 7ാമത്തെ ചോദ്യം. ഇങ്ങനെ 7 ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ ഈ വിഷയത്തിൽ ഒരു ക്ലാസും പൂർണ്ണമായിട്ട് എടുക്കാൻ ഈ വാദികൾക്ക് സാധ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.